45 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുകയാണ്. ബുധനാഴ്ച പോളണ്ടിൽ ചെലവഴിക്കുന്ന അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഇന്ത്യയും പോളണ്ടുമായുള്ള സൗഹൃദത്തിൻ്റെ 70-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത്. 45 വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല, പോളണ്ടിലെ ഇന്ത്യക്കാരെ അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. പോളണ്ടുമായുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. വിവിധ തന്ത്രപ്രധാന കരാറുകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുമെന്നും വിവരമുണ്ട്. നേരത്തെ ഈ മാസം 23-ന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പോളണ്ടിലേക്കുള്ള യാത്രയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇവിടെ നിർണായകമായിരിക്കുന്നത് മറ്റൊരു സംഗതിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി 2 വർഷം പിന്നിട്ടിട്ടും ഒരു വൻ ശക്തിക്കും അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ് എൻട്രി ഉണ്ടായിരിക്കുന്നത്. സമാധാനത്തിൻ്റെ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തുമ്പോൾ സംഘർഷം അവിടെ തീരുമെന്നാണ് സൂചന. 2 വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. റഷ്യയുമായുള്ള യുദ്ധത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത്. യാത്രയുടെ വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ജൂലൈയിൽ മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. യുക്രൈൻ പ്രതിസന്ധിക്ക് സൈനിക പരിഹാരം സാധ്യമല്ലെന്നും ബോംബുകൾക്കും തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി മോദി അന്നേ അറിയിച്ചിരുന്നതാണ്. സമാധാന സന്ദേശം യുക്രൈനിലേക്കും എത്തിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ യാത്രയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ ഈ യാത്രയിലൂടെ 2022-ൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം യുക്രൈനും റഷ്യയും സന്ദർശിച്ച ലോക നേതാക്കളുടെ ചുരുക്കം ചിലരിൽ ഒരാളായി മോദി മാറുകയും ചെയ്യും. ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ സന്ദർശിക്കാൻ മോദിയെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ മാർച്ചിൽ സെലൻസ്കിയും മോദിയും ഫോണിലൂടെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പ്രതിസന്ധികൾക്കും സംഘർഷങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഇന്ത്യ യുക്രൈൻ ബന്ധം ദൃഢമാക്കുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനിടെ യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയും ഏറെ ചർച്ചയായിരിക്കുകയാണ്. അതിനിടെ റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിച്ചിട്ടുണ്ട്. സന്ദീപ് ഉൾപ്പെട്ട 12-അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘം കൊല്ലപ്പെട്ടതായാണ് വിവരം. ആശുപത്രിയിൽ മൃതദേഹങ്ങൾ റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും തൃക്കൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ചാലക്കുടി ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് എത്തുന്നത്. മോസ്കോയിൽ റെസ്റ്റോറൻറ്റിലെ ജോലിക്കെന്ന് പറഞ്ഞാണ് ഇവരെ തിരഞ്ഞെടുത്തത്. പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലായിരുന്നു ജോലിയെന്നും സുരക്ഷിതമല്ലാത്ത രീതിയിലായിരുന്നു ജോലിയെന്നും പറഞ്ഞിരുന്നു.